വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഹൊറർ ചാലഞ്ചും കൊണ്ടാണ് ഗൈസ് വന്നത്. ഹൊറർ ടെഡി ചാലഞ്ച്. ഇന്ന് നമ്മുടെ ചുറ്റിലും ഒരുപാട് ഹൊറർ ടെഡികളാണ് ഗൈസ്. അതെ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ പല തരത്തിലുള്ള ടെഡികളെ കാണാം. പക്ഷെ ഈ കാണുന്ന ടെഡികളൊന്നും അത്ര ക്യൂട്ട് ആയിട്ടുള്ളതല്ല ഗൈസ്. നമുക്കിത് ക്യൂട്ടായിട്ട് വേണമെങ്കിൽ വിചാരിക്കാം, പക്ഷെ ഇന്നത്തെ ദിവസം ഇത് മൊത്തം വളരെ ക്രീപ്പി ആയിട്ടും ഹൊറർ ആയിട്ടുള്ള ടെഡികളൊക്കെയാണ്. ഇതിൽ ഏതെങ്കിലും നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തേടിയിരിക്കുന്നത് കണ്ടോ ഹൊറർ ആയിട്ടുള്ള ഓരോ ഡയറുകളായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല് അറ്റ് എ ടൈം ഒരാള്, നമ്മൾ ഈ 3 പേരിൽ ഒരാള് ഈ സ്റ്റുഡിയോനുള്ളിലേക്ക് വന്നിട്ട് ഇത്രയും ഡോൾസിന്റെ ഉള്ളിൽ നിന്ന് 3 ടെഡീസിനെ ഹൊറർ ടെഡീസ് ആക്കും, എന്ന് വെച്ചാൽ കേഴ്സ്ഡ് ടെഡീസ് ആക്കും. ഈ ടെഡി എന്ന് വെച്ചോ, ഈ ടെഡിനെ ഞാൻ കേഴ്സ്ഡ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെഡി കേഴ്സ്ഡ് ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ഒരാള് കേഴ്സ് ചെയ്യുന്ന ടെഡീസ് ഏതാന്നുള്ളത് ബാക്കിയുള്ള 2 പേർക്ക് അറിയണ്ടാവില്ല ഗൈസ്. അപ്പൊ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 2 പേര് വന്നിട്ട് ഏതെങ്കിലും ഒക്കെ ടെഡീനെ ചൂസ് ചെയ്യണം. അതിന് അവർക്ക് വേണ്ടിയിട്ട് 3 ചാൻസസ് ആയിരിക്കും ഉണ്ടാകുക. ആ 3 ചാൻസസിന്റെ ഉള്ളില് ഈ കേഴ്സ് ചെയ്ത ടെഡീനെ അവര് തൊട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, അതെ ഗൈസ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ചാലഞ്ച് പോകുന്നത്. അഥവാ ആ കേഴ്സ്ഡ് ടെഡീനെ അവർ എടുക്കുകയെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഹൊറർ ഡെയർ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ടാണ് തോന്നില്ല ഒരു ഹൊറർ ചാലഞ്ച് ഒക്കെ ചെയ്യുന്നത്. അല്ല, നമ്മള് റെഡ് റൂം ചെയ്തിട്ട് റൂം പിന്നെ അത്ര ഹൊറർ ആയിട്ടുള്ള ഒരു സാധനമല്ല. പക്ഷെ നമ്മളിങ്ങനെ ക്യൂട്ടായിട്ട് നോക്കി കാണുന്ന ഒരു സാധനത്തിന് വേറെ ഒരു ഹൊറർ മ്യൂസിക് ഒക്കെ ഇട്ട് കാണും. പക്ഷെ എനിക്ക് അപ്പൊ ഇവിടെയുള്ള ടെഡീസ് ഇതാ ഇത്രയൊക്കെയാണ്. ഇവിടെ ചുറ്റും ഇതാ അവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്ന് വലുതുണ്ട്, ഇവിടെ താഴെ ഇത്രയും എണ്ണം ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. ഇതിൽ ഏതിനെ വേണമെങ്കിലും നമുക്ക് തെരഞ്ഞെടുത്ത് കേഴ്സ് ചെയ്യാവുന്നതാണ്. ആ കേഴ്സ് ചെയ്ത ടെഡീനെ കണ്ടുപിടിക്കാതിരിക്കുക, എന്ന് വെച്ചാൽ അതിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള 2 പേര് ചെയ്യേണ്ടത്. ഓക്കെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഫസ്റ്റ് ടെഡിനെ കേഴ്സ് ചെയ്യാൻ പോകേണ്ടത്? കല്ല് പറ. ഓക്കെ, ഞാൻ റെഡിയാണ് ഗൈസ്. ഇതില് 3 എണ്ണത്തിന് ഞാൻ കേഴ്സ് ചെയ്യും. അതിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ആ ബോക്സിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഡയേഴ്സും ഉണ്ട് ഗൈസ്, ഹൊറർ ആയിട്ടുള്ള. അത് ഏതെങ്കിലും ഒക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ തൊട്ട് കഴിഞ്ഞ് ഞങ്ങളെ ജീവിതം കഴിഞ്ഞു ഇവിടെ. ബൈ. ഇപ്പൊ മുതൽ ഞാൻ പൊസസ്ഡ് ആണ് ഗൈസ്. ഞാനിപ്പോ ഇതിൽ നിന്ന് 3 ടെഡീസിനെ സെലക്ട് ചെയ്തിട്ട് കേഴ്സ് ചെയ്യണം. എനിക്ക് ഇതിൽ തോന്നുന്ന മിക്കവാറും ഇതിനെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈ ടെഡിനെ സെലക്ട് ചെയ്യാണ്. ഇതിനെ ഞാൻ കേഴ്സ് ചെയ്തിട്ടോ. ഇത് ഇനി മുതൽ പൊസസ്ഡ് ആണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിനെ ഓക്കെ സെക്കൻഡ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, ഇത് 2 എടുത്തു കഴിഞ്ഞാൽ നല്ല പണിയൊരുക്ക് കിട്ടും. 3ാമത് ഞാൻ കേഴ്സ് ചെയ്യുന്നത് ഇതിനാണ് ഗൈസ്, ഈ സാധനത്തിന്. അപ്പൊ 3 ടെഡീസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു ഗൈസ്. ഇനി ഒരു വിളിക്കാം. സെറ്റ്. അങ്ങനെ ഗൈസ്, ഞങ്ങളിത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഷാമി ഏതോ 3 എണ്ണത്തിനെ കേഴ്സ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഞങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാൻ ശ്രമിക്കും. അതെ, ഇനി ഇവരുടെ കൂടാണ് ഞാൻ 3 ടെഡിനെ കേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടതാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കണം എന്നാണ് ഇവരുടെ ടാസ്ക്. പക്ഷെ ഇവർ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ഇനി ഞാൻ ഒന്നും മിണ്ടൂല, സെലക്ട് ചെയ്തോ. അഞ്ചി, വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടിയാണ്. അത് ശ്രീ ആയണ്ടേ. എനിക്ക് നെഞ്ഞടിക്കുന്നു. ആദ്യോ എനിക്ക് അങ്ങോട്ടൊക്കെ നോക്കാൻ തന്നെ പേടിയോ. എനിക്ക് വേണ്ട, വേണ്ട. ഞാൻ ഇതിനെ ചൂസ് ചെയ്തു ഗൈസ്. ഇതാണോ കേഴ്സ്ഡ് ടെഡി? ആണോ? അല്ല. ഞാനത് ചൂസ് ചെയ്യണ്ടേ? ഇതൊക്കെ ഇവിടെ വീണ് നടക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ വീണെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊന്ന് ഇതിനെ ചൂസ് ചെയ്ത്. അതല്ല. ബാക്കിയുണ്ട് 2 ചാൻസ്. ഒരു വൃത്തിയുടെ മ്യൂസിക് ഒരു കേഴ്സ്ഡ് ടെഡി. ഞാൻ ഇതിനെ ചൂസ് ചെയ്തു. ഇതാണോ? അല്ല. ഒന്നുകൂടി. ഞാന് ഇതിനെ ചൂസ് ചെയ്തു. അഞ്ചിക്കുള്ള ഡയറുകൾ ഇതാ ഗൈസ്. എനിക്ക് പേടിയായി. ഹൊറർ ടൈപ്പ് സാധനമൊക്കെ എനിക്ക് പേടിയാണ്. ഐശ്വര്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് ഞാനും പ്രതീക്ഷിച്ചില്ല. എന്തോ വലുതാണ്. Wear blindfold, walk for 2 minutes while listening to horror music on headphones. Oh my goodness, guys.
ലൈൻ ഫോൾഡ് ചെയ്തിട്ട് 2 മിനിറ്റ്, അതായത് ഹൊറർ മ്യൂസിക് ഹെഡ്ഫോൺ കണ്ണ് തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റിലും എന്താ ഇത് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് മൊത്തം വേണം കൂട്ടത്തിൽ ഇരിക്കുമല്ല. ഞങ്ങൾ 5ക്ക് വേണ്ടിട്ട് നല്ല കിഡിലെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്ന സൗണ്ട് ഇല്ല നമ്മളെ ഹെഡ്ഫോണില്. അതെ, അങ്ങനത്തെ ഒരു ഹെഡ്ഫോണിന്റെ ഉള്ളിൽ ഒരു ക്രീപ്പി വോയിസ് ഉണ്ട് ഗൈസ്. വെച്ചെടുത്തോ. റെഡി അല്ലേ? 2 മിനിറ്റ് നടക്കണം കേട്ടോ. ഞാൻ എവിടെ പോയി വീഴുമ്പോ പറയണേ. അതൊക്കെ പറയാം. റെഡി അല്ലേ? നടന്നോ? നടന്ന് എവിടെ വീഴാൻ പോകുമ്പോ പറയണേ. ആരാത്? 2 മിനിറ്റ് വേഗം കഴിയോ? ഞാൻ നടക്കൂല. ഒരു മിനിറ്റ് ആയിട്ടോ. 1 മിനിറ്റ് 10 സെക്കൻഡ്സ് കഴിഞ്ഞാ പറയണേ. ഡോറടിക്കുന്നൊക്കെയല്ലേ? ഒന്ന് കേട്ടോക്കത്. ഇന്റെ ദൈവമേ, ജീവൻ പോയതാണല്ലോ. അതായത് ഞാൻ എന്റെ തുടക്കം മാത്രമേ കേട്ടുള്ളൂ. കുറച്ചിങ്ങനെ ഡോറൊക്കെ ഇങ്ങനെ മുട്ടുന്ന സൗണ്ടൊക്കെ. കുട്ടി ഇങ്ങനെ ഒന്ന് രക്ഷിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രീ അത് കേട്ടോ, എനിക്ക് കേൾക്കാനുള്ള ധൈര്യം ഇല്ല. ശ്രീ കേൾക്കണം. വെക്ക് രണ്ടിലും വെച്ച് കേക്ക്. ഇല്ല, നിക്ക് ഞാൻ പറഞ്ഞുതരാം. വാതിൽ ചവിട്ടി പൊളിക്കുന്ന കേക്ക്. കഥ കഴിഞ്ഞേനെന്ന് തോന്നുന്നു. അതിന്റെ ഇടയിൽ കൂടെ നടക്കും വേണം. അവിടെ ഇവിടെ തട്ടുന്ന സമയത്ത് ഇന്നെന്തോ തട്ടുന്ന പോലെ എനിക്ക് തോന്നുക. എന്റെ അമ്മേ, ഇനി കേസ്റ്റ് റെഡിയെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് വയ്യ. ഇത് ഭയങ്കര ക്രീപ്പി ആയിട്ടോ. അതായത് ഒരാളെ കൊല്ലുന്ന അങ്ങനെ എന്തോ ഒരു സംഭവമാണത്. സോറിയോ അമ്മമ്മന്നൊക്കെ വിളിച്ച് കരയുന്നതില് ഇനിയില്ലേ കണ്ടുപിടിക്കാന്. ഇനി ഒരു ഒറ്റ ഇതും കൂടി ചാൻസ് കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചാൻസ് കൂടെ ഉണ്ട്. ഓക്കെ, ഞാനിത് ഉറപ്പിച്ചോ? അല്ല, ഇത് വിചാരിക്കുന്ന പോലെ അല്ലട്ടോ. എന്റെ അമ്മേ, ഇത് വേണോ? അയ്യോ, അടുത്ത ഏതാക്കി പേടിയാവുണ്ട്. ഇതിനെനിക്ക് നോക്കാൻ തന്നെ പേടിയാവുണ്ട്. ഇത് ഉറപ്പിച്ചോ? ഉറപ്പിക്കട്ടെ? അല്ല, സ്ത്രീക്ക് മാത്രം ഇതില് ടാസ്ക് ഒന്നും കിട്ടിയില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് മതിയായി പോയി. സത്യം പറയിക്കട്ടെ,
ടെൻഷനായി പോയി. ഞാൻ വിചാരിച്ചില്ല. ആ ഒരു വിഷമം ഞങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അടുത്ത ഞാൻ കേസ് ചെയ്യാം. വേണമെങ്കിൽ ആ നേരത്തെ ഫിനിഷ് ചെയ്ത ടയർ ഒന്നും കൂടെ അതിൽ എടുത്തിട്ടോ. അത് ഇടാട്ടോ, എന്തായാലും അത് വേണം. ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാലോ. ഇതില് ഞാന് 3 ടെഡിനെ കേസ് ചെയ്യണം അല്ലേ. ഇതാണ് ഗൈസ് ഒന്നാമത്തെ കേസ്റ്റ് ടെഡി, ഇത് രണ്ടാമത്തെ കേസ്റ്റ് ടെഡി, ഇത് മൂന്നാമത്തെ കേസ്റ്റ് ടെഡി. നിങ്ങൾ റെഡി അല്ലേ ഗൈസ്? റെഡിയാണ്. അടുത്ത റൗണ്ട് ഫേസ് ചെയ്യാൻ ഞാൻ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ഫേസ് ചെയ്യാൻ അപ്പൊ രണ്ടുപേർക്കും 3 ചാൻസ് വീതമുണ്ട്. ഓക്കെ, ആദ്യം ഷാമി സെലക്ട് ചെയ്തോ. അതെന്താ അങ്ങനെ ഒരു പ്രതികാരത്തിന്റെ ശവങ്ങൾ അതിൽ കാണുന്നില്ലേ? പ്രതികാരമാണെങ്കിൽ പ്രതികാരം ഞാൻ നന്നായി അനുഭവിച്ചു, അതുകൊണ്ട് പ്രതികാരമായിട്ട് കൂട്ടിക്കോ. ഓക്കെ, ഞാന് ഫസ്റ്റ് ഇതെന്താ വീട് നടക്കുന്നേ? ഫസ്റ്റ് ഞാനത് സെലക്ട് ചെയ്ത്. ഉറപ്പാണോ? ഉറപ്പ്. അതല്ല, ഞാനിത്. ഉറപ്പാ? ഉറപ്പാ? ഉറപ്പല്ലേ? ഉറപ്പാണ്. അല്ല. ഓക്കെ, അടുത്ത് ഞാൻ. ഓ, മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ടാണോ അതൊക്കെ അങ്ങനെ ഇട്ടത്? ഈ നേരത്തെ നടന്നപ്പോ വീണതല്ലേ, അതുപോലെ തന്നെ ഇഷ്ടം പരിസാധനങ്ങൾ ഇവിടെ നടന്ന് വീഴുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ അടുത്തതായിട്ട് സെലക്ട് ചെയ്യുന്നത് ഇത്. ചെറുതൊക്കെ സെലക്ട് ചെയ്യാതെ. ഉറപ്പല്ലേ? സലു, ഞാൻ പറയാൻ പോവാണേ. അല്ല, ഞാനാ ഈ ശ്രീ ഓളെ നോക്കിക്കുമ്പോ നല്ല സമാധാനം ഉണ്ടായിരുന്നു. ടെഡിനെ സെലക്ട് ചെയ്യും. എന്റെ അഭിപ്രായത്തിൽ വലിയൊരു ടെഡിയാണ്. ചെറുത് സെലക്ട് ചെയ്തത്. ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു. ഉറപ്പല്ലേ? പ്രതികാരം എന്താ പറയാ, വെള്ളം ഒഴിച്ച പോലെ പോയി. അടുത്തത് ഞാൻ സെലക്ട് ചെയ്തത് വല്ലാത്തൊരു മ്യൂസിക്കും. ഉറപ്പാണോ? ശരിക്കും? യെസ്, ഞാൻ അതിനെ കേസ് ചെയ്തിട്ടാണ് അതങ്ങനെ മറിഞ്ഞു വീണു പോയത്. വെറുതെ പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടാ ഞാൻ സെലക്ട് ചെയ്തതാ. റെഡി? ഷാമിക്കാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പേടി. ഇവിടെ പേടിയില്ലേ? ഓക്കെ, റീഡ് എ ഗോസ്റ്റ് സ്റ്റോറി അലോൺ. അതത്ര ബുദ്ധിമുട്ടുള്ള ഒരു സാധനല്ലേ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എത്ര സമയം വായിക്കാൻ സല്ലോ? ഒരു 2 മിനിറ്റ്. ഡാർക്ക് റൂം പറയുമ്പോ അടിപൊളി റെഡ് റൂം ആണല്ലോ. മ്യൂസിക് വിത്ത് സ്റ്റോറി. അതെ. ഓക്കെ, ഞാൻ ഈ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് ഗൈസ്. 2 മിനിറ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കണ്ടേ? സൗണ്ടിൽ വായിക്കണോ? അതിന്റെ ഭാവത്തോടെ. ഓക്കെ, വായിക്കട്ടെ. ഇവിടുന്ന് പോവരുതേ. ഓക്കെ ഗൈസ്, ഞാൻ വായിക്കാൻ പോവാണ്. കണ്ണ് തുറക്കല്ലേ, അവൾ ഉണ്ട്. ഓക്കെ. ജോ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. തലയിലെ വളർച്ചയുടെ പേരിൽ എല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ടിരുന്ന ആ കുട്ടി ഒരൊറ്റ സുഹൃത്തിന്റെ ആയിരുന്നു ആശ്രയം, മീന. പക്ഷെ ഒരു ദിവസം സ്കൂളിലുണ്ടായ ഒരു അപകടത്തിൽ മീന മരിച്ചു. അതിനുശേഷം ജോ ഒരാളുമായി സംസാരിക്കാറില്ല. വീട്ടുകാർ പറഞ്ഞു അവൻ ആരോടും സംസാരിക്കുന്നില്ല, പക്ഷെ ഒരാൾക്കൊപ്പമുണ്ടെന്നു പറയുന്നു. 1 വർഷം പിന്നിട്ട് ജോന്റെ അമ്മ ഒരു രാത്രി മകന്റെ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ പറഞ്ഞു, കണ്ണ് തുറക്കല്ലേ അമ്മേ, മീന എൻ്റെ മുകളിൽ ഇരിക്കുകയാണ്, അവളെ കാണാൻ പാടില്ല. ഒരു ദിവസം അമ്മ തിടുക്കത്തിൽ അതിന്റെ വാതിൽ തുറന്നു. ജോമോന്റെ കിടക്കയിൽ ചെറുതായി ചിരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവന്റെ പിന്നിൽ ആകെയുള്ള ദേഹത്തെ മറച്ച ഒരു പെൺകുട്ടി ഇരുണ്ട കണ്ണുകൾ ചുളിഞ്ഞ കണ്ണിത്താടികളോടെ അമ്മയുടെ കണ്ണിൽ പെട്ടു. അവൾ തല ത്രസിപ്പിച്ചു. അമ്മേ, നീ കാണരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ? അവളുടെ ദേഹം ഒടുവിൽ ചതഞ്ഞു വീണു.
ഇന്ന് ആ വീടിന്റെ ചുറ്റും നടക്കുന്നവരോട് ആളുകൾ പറയാറുണ്ട്, കട്ടിലിരിക്കുന്ന ആ കുട്ടിക്ക് അടുത്തുള്ള പെൺകുട്ടിയെ നോക്കരുത്, അവൾക്ക് കണ്ട പക്ഷം ഇനിയും ഒരാൾ വേണ്ടിവരും. കഴിഞ്ഞേ 2 മിനിറ്റ് ആയാ കഴിഞ്ഞ്. കുഴപ്പമില്ല, അത് ചെറിയൊരു കുഴപ്പമില്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. അതിലാ മറ്റേ എന്താണ് ഇങ്ങനെ ഇരുന്നു മുഖം കണ്ണു തുറക്കല്ലേ എന്നൊക്കെ പറയുമ്പോ പേടിയാവും അല്ലെ? ആ റെഡ് റൂമിൽ ഇരുന്ന് വായിക്കുമ്പോ ഒരു പേടിയുണ്ട്, പുറത്തേക്ക് വരുമ്പോ യാതൊരു പേടിയില്ല. ഇനി ശ്രീക്ക് ഒരു ചാൻസ് കൂടെ ഉള്ളൂ. ശ്രീ സെലക്ട് ചെയ്തോ. ആയിട്ടുള്ള സെലക്ട് ഞാനിത് ഉറപ്പിച്ചോ? ആണോ? ഉറപ്പിച്ച്. അല്ല, സെലക്ട് ചെയ്യാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ പോയിട്ട് ആദ്യം തന്നെ അത് സെലക്ട് ചെയ്തിട്ട് 5 ചെയ്തേ. വേറെ ഒന്നിത് അത് അതിലേക്ക് ഞാനൊന്ന് നോക്കി എന്നിട്ട് വേണ്ടാന്ന് വെച്ചതൊക്കെ. ഇനി ഞാൻ ഇങ്ങക്ക് തരുന്നത് ഗൈസ്, ഞാനപ്പോ ആദ്യമായിട്ട് ഈ വലിയ ഈ ഒരു ടെഡിനെയാണ് കേസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒന്നിത്, ഇനി ഇത്, ഈ കുഞ്ഞു ടെഡി, ഈ ടെഡി, ഈ 3 ടെഡിനെയാണ് ഞാൻ കേസ് ചെയ്യുന്നത്. അവർ സെലക്ട് ചെയ്യൂല നമുക്ക് നോക്കാം. റെഡി? വിളിച്ചോ. ഞാന് 5 ഫസ്റ്റ് മുതൽ പേടിച്ചു പോയി, അതാണ് പ്രശ്നം. പേടി കുടുങ്ങി പോയി എനിക്ക്. ഞാനൊന്നത് ഉറപ്പിച്ചില്ലേ? ഉറപ്പല്ലേ? അതല്ല. താങ്ക് യു. അടുത്തത് ഞാനാണ് ഗൈസ്. ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്. ഞാൻ ആ സാധനം എടുത്തിട്ട് വരാം. എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ്, വാക്കുകളില്ല. ഇത്ര കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ചെറുതല്ലേ ഇത് വിചാരിച്ചിട്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ കേസ് ചെയ്തത്. ഗൈസ് വല്ല സിമ്പിൾ ആയിട്ടുള്ള കഥയോ കവിതയോ പ്രയത്ന അതൊക്കെ മതി. കവിത ഒന്നും കിട്ടൂല, കഥ മാത്രമേ കിട്ടുള്ളൂ. ഈ വായിക്കും ചെയ്ത് അതൊരു സിമ്പിൾ ചാലഞ്ചാ. ഫോൺ എടുക്കുക, ഒരു ഗോസ്റ്റിനെ വിളിക്കുന്ന പോലെ പ്രിറ്റൻഡ് ചെയ്യാം, എന്നിട്ട് ഗോസ്റ്റിനോട് വിശേഷങ്ങൾ അത്രേ ഉള്ളൂ അല്ലേ? എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ കോസ്റ്റ് ഉണ്ടോ? ഇല്ല, അങ്ങോട്ട് സംസാരിക്കാൻ. ഞാൻ ഇങ്ങനെ മതിയോ? മതി. മതി. സ്റ്റാർട്ട് ചെയ്തോ. നമ്പർ 00001000. ടഫാണല്ലേ? പണ്ട് നമ്മൾ ദൈവത്തിന് വിളിക്കില്ലേനോ? ബിസി ആണല്ലോ. വേറെ വിളിക്കായിരിക്കും. വേറെ നമ്പർ ഉണ്ട്. വല്ല യക്ഷീനിയോ മാടനെയോ മറുതനെയോ. ഹലോ, ആ മാടനല്ലേ? ആ ഇതിനൊന്നും കൊടുക്കോ? കള്ളിയങ്കാട്ടിനിരിക്കൊന്നും കൊടുക്കോ? ആ നീലി റേഞ്ചിലെടുത്തേക്ക്. ആൽമരത്തിലോ? അല്ലല്ല, പനന്റെ മുകളിൽ കയറിക്കോ. അവിടെ ഇപ്പൊ ടവർ നിൽക്കുന്നേ. ഞങ്ങൾ അന്വേഷണം പറയും. പറയാം. എന്തിനാ വെറുതെ? തിരക്കില്ല. രാവിലെ എന്താ കഴിച്ചേ? ഓ, ബ്ലഡ് വിത്ത് പോസിറ്റീവ് ആണോ എ നെഗറ്റീവ് ആണോ എന്നൊക്കെ ചോദിക്കും. ഞാനൊന്ന് സംസാരിക്കട്ടെ. നീലിനെ വല്ലപ്പോഴേക്ക് വിളിക്കാൻ കിട്ടാറുള്ളൂ. ആ നീലി പറ, എന്റെ രാവിലെ എന്താ കഴിച്ചേ? ഓ, ബ്ലഡ് സൂപ്പാ. എടാ അടിപൊളി. എന്നിട്ട് അവിടെ എന്തൊക്കെയാ വിശേഷോ? പുതിയ ആളെ കിട്ടിയാ? എങ്ങനെയാ? ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? ഓ, ഓപ്പോസിറ്റീവ്. എന്റേത് ഓപ്പോസിറ്റീവാ. അത് ശരി, ഞാൻ വരാന്ന്. അവിടെ എന്താ ഉച്ചക്ക് ലഞ്ചിന് എന്താ? ഓ, പോത്തിന്റെ തലയാ. നിങ്ങളിപ്പോ പോത്തിനൊക്കെ തിന്നാൻ തുടങ്ങിയോ? ആ, ഇവിടെ തിന്നാറുണ്ട്. ആ, എന്നിട്ട് എന്തൊക്കെയാ വിശേഷം? ഇവിടെ 2 കിട്ടിയിട്ടുണ്ട്. രാത്രി ഇത് വഴി വാ. നീലി, അതിലെ ഒന്നിനെ കാണാൻ ഒരു പശുവിനെ പോലെ ഉണ്ടാവും. ഒരു പശുവിനെ ഡ്രസ് ഇട്ടിട്ട്. ഓക്കെ, അതിനെയാണ് കണ്ണും തുണ്ടവാക്കേണ്ടത്. ഓക്കെ നീലച്ചി ക്ഷമിക്കോ, ഞാനല്ല. പിന്നെ വേറൊരുത്തുണ്ട്. ഓക്കെ, അതിനെ എടുത്തോ. വേണ്ട, തിരിച്ചൊന്നും വേണ്ട. ഒന്നെങ്കിൽ ഒന്നിനെ പേടിപ്പിച്ച് വിട്ടാ മതി. ഒന്നിനെ ഫുള്ളായിട്ട് തീർത്താള്. അത് നീലിന്റെ ഇഷ്ടം പോലെ. ഓക്കെ, 2 ആവശ്യമൊന്നുമില്ല. ഓക്കെ, വല്ലപ്പോഴും റേച്ചൽ നമുക്ക് വിളിക്കട്ടോ. ഓക്കെ, കാണാൻ വരാനും പറഞ്ഞേ. അല്ല, ഇന്നെ കാണണ്ട. 5 ശ്രീനി ഇന്നത്തെ രാത്രിത്തെ ടീം അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി.
ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല task ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി അടുത്ത സെലക്ട് ചെയ്യണ്ടേ? 5 പോയി സെലക്ട് ചെയ്തോളൂ. ഞാനല്ലേ സെലക്ട് ചെയ്യണ്ടേ? ഞാൻ ഫസ്റ്റ് തന്നെ പോയി സെലക്ട് ചെയ്തില്ലേ. സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച്. ആരാ പേടിച്ചേ? ഞാന് വേഗം അത് 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 അതാണോ? പറ. 5 കഴിച്ചിലായിരിക്കും. Okay, ഞാൻ പേടിച്ചു. ഇനിയിപ്പോ ആ മൂലയിൽ കൊണ്ടിരുത്തി ശ്രദ്ധിക്കൂലെന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണോ എന്നൊക്കെ പേടിച്ചു. ഈ അടുത്ത ഷാമി. ഓക്കെ ഗൈസ്, അടുത്ത ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതിനാണ്. ഉറപ്പല്ലേ? ആ ഷാമി പിന്നെയും പെട്ടിരിക്കുകയാണ് guys. അത് haunted teddy ആയിരുന്നു. പണി. ഞാൻ കറക്റ്റ് ആയിട്ട് എങ്ങനെ ഇത് പോയി സെലക്ട് ചെയ്യും? ഞാൻ ആദ്യം ചെറുതിനെ സെലക്ട് ചെയ്തപ്പോ അത് ക്രസ്റ്റ് ആന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതല്ലായിരിക്കും, വലുതിനെ പോയി സെലക്ട് ചെയ്തത്. അതും ഒന്നായിരുന്നു. നല്ല നല്ല രസമുണ്ട്. അതൊക്കെ ചെയ്ത് കാണുമ്പോ നല്ല രസമുണ്ട്. എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അത് പോയി എടുക്കുന്നതല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. 2 minutes in dark room. അടിപൊളി. അത് ഞാൻ ഇരുന്നല്ലേ, അത് കഥ വായിച്ചല്ലേ. ഇപ്പൊ എന്താ സലു? വെറുതെ ഇരിക്കാനാ? ഡാർക്ക് റൂമിൽ 2 മിനിറ്റ് ഇരിക്കുക. ആ, ഒരു കിടിലൻ വീഡിയോ വെച്ചു, അത് കണ്ട് 2 അതെന്റെ ആ ഒരു സാധനമായിട്ട് ഒരു match ആയി പോകുന്ന ഒരു അതോട് എനിക്ക് സന്തോഷായി. അതെനിക്ക് പേടിയാ. ഇതാണ് revenge. ഞാൻ അങ്ങനെ പ്രേത സിനിമ ഒന്നും കാണലില്ല. അത് ഞാനില്ല. ഷാമി റെഡി അല്ലേ? റെഡി അല്ലാന്ന് പറഞ്ഞിട്ട് ഇറക്കുവോ? ഇല്ല, ഇറക്കില്ല. ഇറക്കി കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് കൂടി തരും. എനിക്കിത് ഭയങ്കര പേടിയാ ഗൈസ്. ഞാൻ ഇങ്ങനത്തെ ഒന്നും കാണലില്ല. Play ആക്കി കേട്ടോ. പ്ലേ ചെയ്യട്ടെ. 2 മിനിറ്റ് അല്ലേ? 2 മിനിറ്റ് ഞാൻ വരേ. ആ. മതി, എന്തിനാ തുറന്നു തന്നെ? എനിക്ക് പേടിയായിട്ട് 2 മിനിറ്റ് ഇങ്ങനെ അടിച്ചപ്പോ എനിക്ക് പേടിയായി. ഓക്കെ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ പുള്ളി പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിൽ എന്നാലും കുഴപ്പമില്ല. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞു. ആ, okay, 2 minute. 3 girls ചെയ്ത് 2 ടെഡിനെ സെലക്ട് ചെയ്ത്. അതാണ് ഒരു ടെഡിയാണ് ബാക്കിയുള്ളത്. ഇത് ടെഡീനെ കണ്ടുപിടിക്കുന്ന ചാലഞ്ച് ആയിരുന്നെങ്കിൽ ഇവർ എപ്പോഴേ അതെ. അപ്പൊ ഇനി ഞാനല്ലേ? വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം ജി. സിമ്പിൾ ആയിട്ട് കളയരുത്. എല്ലായിടത്തും നോക്കുക. അയ്യോ, ഞാനൊന്നത് അതല്ല. ഞാൻ പഠിച്ചുപോയി. ഓക്കെ, ഇനി ഷാമി. അടുത്ത ഷാമിന്റെ സെലക്ട് ചെയ്ത് തോന്നുന്നു. അടുത്തത് പോയി പിടിക്കോ? ധൈര്യമില്ല സത്യം പറഞ്ഞാല്. ഓക്കെ, 2 എണ്ണത്തിനെ സെലക്ട് ചെയ്തത്. ഒന്ന് ഏതേനു? ഒന്ന് ഇത്, ഒന്ന് അത്. 2 കേസ്റ്റ് ടെഡി ആയിരുന്നു. 1 2 2 ഫസ്റ്റ് ടെഡി ഇടും. അടുത്ത ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിന്റെ ആ ചെറുത് ഇത്. കൊടുക്കാൻ വേണ്ടി പേടിപ്പിച്ചതാ. ഏതാ എന്തിനാ ഗസ് ചെയ്തേ? ഇതിന്
സത്യമായിട്ട് തലയില് ചിലപ്പോ അത് സെലക്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം കാരണം ചിലപ്പോ സെലക്ട് ചെയ്താലോ വെച്ചാൽ ഞാൻ പോയി കോഴ്സ് ചെയ്തതാ. ഞാൻ വെച്ച രണ്ടെണ്ണത്തിനാണ് ഷാപ്പിൽ പോയി പിടിച്ചത്. അത് കൃത്യമായിട്ട് എന്തായാലും കൊണ്ടിട്ടുണ്ട്. ഒന്ന് നല്ല ഫണ്ണായിട്ട് ഷാമിക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് നല്ല പേടിക്കും എനിക്ക് അങ്ങനെ സിനിമ ഒന്നും ഹൊറർ ആയിട്ടുള്ള ഒന്നും ഞാൻ കാണാറില്ല ഗൈസ്. വല്ലപ്പോഴൊക്കെ കാണലുള്ളൂ. എല്ലാരും കൂടെ വേണം, എല്ലാരും കൂടെ ഉള്ള ഒറ്റയ്ക്ക് ഇരുന്നൊന്നും ഞാൻ അങ്ങനത്തെ ഒരു സാധനം ഞാൻ കാണില്ല. നമ്മൾ ഇതുവരെ ചെയ്തല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചലഞ്ച്, മ്യൂസിക് അടക്കമുള്ള ഒരു അതെ. തുടക്കത്തിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു പേടി കുടുങ്ങിപ്പോയി ഗൈസ്. കാര്യം ഞാൻ ചാലഞ്ച് ഫുള്ള് പേടിയാണ്. മൊത്തം എനിക്ക് എടുത്തു പോവരുതേ എന്നുള്ള ആ ഒരു ടെൻഷൻ ആയിപ്പോയി. എനിക്ക് അത്രയും ഞാൻ നല്ല പേടിച്ചു. അത് അഞ്ചിക്ക് കിട്ടിയിട്ട് ആ ഫസ്റ്റത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയാ സൗണ്ട് ഭയങ്കര എന്താ ക്രീപ്പി ആയിരുന്നു. സൗണ്ടുമില്ല, നമുക്ക് കണ്ണോണ്ട് ഒന്നും നോക്കി കാണാനും പറ്റില്ല. അപ്പൊ മൊത്തം ഇരുട്, അതിന്റെ കൂട്ടത്തിൽ ഫുള്ള് നമ്മളെ മുഴങ്ങുന്ന സൗണ്ട് എല്ലാം കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു സാധനം ഇനി അഞ്ചിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ചാലഞ്ച് മൊത്തം അഞ്ചിക്ക് നല്ല പേടിയായിരുന്നു. എനിക്ക് ആ സാധനം മാത്രമേ പേടിയായിട്ടുള്ളൂ, ബാക്കി പിന്നെയും കുഴപ്പമില്ലാതെ ഞാൻ എവിടെ തട്ടാട്ടെ മുട്ടാന്റെ കിട്ടിയില്ല. കിട്ടിയില്ല. ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് സെലക്ട് ചെയ്തു. നല്ല പേടിയുണ്ട്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടാസ്ക് ഏതാത് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shavya. This is Sanjita. Signing off.